ഹലോ, വെൽക്കം ബാക്ക് ടു കുഞ്ഞാറ്റസ് വേൾഡ്. അപ്പം ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നതേ, നമുക്കിവിടെ ഒരു എണ്ണ ഞാനിവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കരിഞ്ജീരകം എണ്ണ. ക്വാണ്ടിറ്റി ഒക്കെ കുറവുള്ളൂ. അപ്പം അത് എങ്ങനെ തലയിലൊന്ന് അപ്ലൈ ചെയ്യാമെന്നുള്ളതും, താളി ഉണ്ടാക്കിയിട്ട് ആ താളി കൊണ്ട് താളിയും തലയിലൊന്ന് അപ്ലൈ ചെയ്യുന്നതും ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഫുള്ളായിട്ട് കാണണം. പറ്റുമെങ്കിൽ ഷെയറും ചെയ്യണം. ഇനി ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ എന്നുള്ള ബട്ടണും ഒന്ന് അമർത്തണം. അപ്പോൾ വീഡിയോസ് ഇനി വരുന്നതൊക്കെ കാണാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ഈ എണ്ണയുടെ കാര്യങ്ങൾ യൂട്യൂബിൽ തന്നെയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പോൾ ഞാനിതൊന്ന് ഉണ്ടാക്കി നോക്കി. അപ്പോൾ ഇത് രണ്ടാമത്തെ തവണയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. രണ്ടാമത്തെ. അപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ തലയിലിട്ടെങ്കിൽ അതൊന്നും വീഡിയോ എടുക്കാൻ എനിക്ക് പറ്റിയില്ല. അപ്പോൾ ഇത് ശരിയായ രീതിയിൽ ഇതൊന്ന് വീഡിയോ ചെയ്യുന്നത് അത് തലയിൽ അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണെന്നും അത് നമ്മൾ സാധാരണ പയറുപൊടിയോ താളിയൊക്കെ ഉപയോഗിച്ച് കഴുകിക്കളയുന്നതാണ് ഏറ്റവും ഉത്തമം. സോപ്പും ഷാമ്പും ഒക്കെ ഉപയോഗിക്കുന്നതിനേക്കാളും അത് നമുക്ക് എപ്പോഴും ഉണ്ടാവുമെന്ന് വരില്ല. പിന്നെ ഞങ്ങളുടെ വീട്ടിൽ ക്ലോറിൻ വെള്ളമാണ്. അപ്പോൾ അതുകൊണ്ട് തലമുടി അത്ര ഇതൊന്നും നമുക്ക് ഗ്യാരണ്ടി പറയാൻ പറ്റില്ല. പക്ഷെ മാക്സിമം ഒന്ന് തലമുടി വളരാനും ഇതിനൊക്കെ വേണ്ടി നോക്കുകയാണ്. എൻ്റെ മോൾക്കും കൊടുക്കാറുണ്ട്. മോൾക്ക് ഇപ്പോൾ ജലദോഷം ആയതുകൊണ്ട് അവൾ എണ്ണ ഇപ്പോൾ തേക്കുന്നില്ല. എങ്കിലും അവൾക്ക് ഇത്ര മുടിയാണ് ഇപ്പോൾ ഉള്ളൂ. വെട്ടി ഇത്ര ആക്കിയിട്ടുണ്ട്. ഒരുപാട് മുടിയൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും അപ്പോൾ അത്രയും കുട്ടികൾക്ക് അത്രയൊക്കെ ഇത് മതി. കുറച്ചും കൂടെ ആവട്ടെ, 6ാം ക്ലാസ്സിലാണല്ലോ. അപ്പോൾ മറ്റേ ഈ എണ്ണ തലയിൽ അപ്ലൈ ചെയ്യുന്നത് കാണിക്കാം. അപ്പോൾ ഇത് എൻ്റെ ദേഹത്തൊക്കെ ഇരിക്കുന്ന എന്താണെന്ന് വെച്ചാൽ, ഇത് ഞാൻ കുറച്ച് മുമ്പ് ഒരു തക്കാളിയും പഞ്ചസാരയും കൂടി മുഖത്ത് അപ്ലൈ ചെയ്യുന്നൊരു വീഡിയോ എടുത്തിരുന്നു. അപ്പോൾ അത് കഴുകി കളഞ്ഞിട്ടും അതിൻ്റെ ബാക്കി അംശങ്ങളൊക്കെയാണ് ഇതിരിക്കുന്നത്. ഇനി പണികളുണ്ട്. ഇനി അലക്ക്, പാത്രം കഴുകൽ, കുളിക്കൽ, കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. എന്തായാലും ഇതൊക്കെ ചെയ്ത് വെച്ചിട്ട് വേണം, തലയിൽ അപ്ലൈ ചെയ്തിട്ട് വേണം ഇതൊക്കെ ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ മുഖത്ത് എന്തെങ്കിലുമൊക്കെ, ഞാൻ കുറേ നാളായി മുഖത്തൊന്നും ചെയ്യാറില്ല. പിന്നെ നമ്മുടെയൊക്കെ ഡാർക്ക് സ്കിന്നാണ്, നമ്മുടെ മീൻസ് എൻ്റെ. അപ്പോൾ എനിക്ക് എന്തെങ്കിലും ചെയ്താലും ഒരു കോൺഫിഡൻസ് വരില്ല. കാരണം വെയിലത്തോട്ട് ഇറങ്ങിയാൽ നമ്മൾ എന്ത് ചെയ്തിട്ടും വെയിലത്ത് ഇറങ്ങിയിട്ട് കാര്യമില്ല. അലക്കാനൊക്കെ എന്തായാലും മിക്കവാറും ഉച്ചയാവും അലക്കുമ്പോൾ. രാവിലെ തന്നെ അലക്കിയിട്ടാൽ കുഴപ്പമൊന്നുമില്ല. വെയിൽ കൊണ്ടു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഡാർക്കായിട്ടിരുന്നാലും നമ്മുടെ അതേ സ്കിൻ അതേപടി സൂക്ഷിച്ചാൽ കുഴപ്പമില്ല. വെയിൽ കൊള്ളുമ്പോൾ ഒന്നും കൂടെ വളരെ മോശമായി പോകും. അപ്പോൾ പറയും കറുത്തതായതുകൊണ്ടല്ലേ ഡാർക്ക് സ്കിൻ അല്ല എന്ന് പറയണേ. അങ്ങനെയല്ല, വെളുത്തിരുന്നാലും കറുത്തിരുന്നാലും ഇരുനിറക്കാരാണെങ്കിലും നമ്മൾ വെയിൽ കൊള്ളുമ്പോൾ മുഖം ഒന്നും കൂടെ ഡള്ളായി പോവുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ പറയുന്നത്. അപ്പോൾ ഞാൻ വല്ലപ്പോഴും എന്തെങ്കിലുമൊക്കെ മുഖത്ത് അപ്ലൈ ചെയ്യാറുണ്ട്. അപ്പോൾ ഈ തക്കാളി തേച്ചിട്ട് എനിക്ക് തോന്നുന്നു ചെറിയൊരു മാറ്റം ഉണ്ട് എന്ന് തന്നെയാണ് തോന്നുന്നത്. അപ്പോൾ എന്തായാലും കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞ് വീർപ്പിക്കുന്നില്ല. ഞാൻ വീഡിയോയിലേക്ക് കടക്കുകയാണേ. അപ്പോൾ എനിക്ക് ഒരുപാട് മുടിയൊന്നുമില്ല, ഇത്രയും മുടിയുള്ളൂ. എന്താ, ഇത്രയും മുടിയുള്ളൂ. എനിക്ക് എണീറ്റ് നിന്ന് കാണിക്കാനൊന്നും പറ്റുന്നില്ല കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ കാച്ചിയ എണ്ണ ഓൾറെഡി കരിഞ്ജീരകം വെച്ച് കാച്ചിയ ചെമ്പരത്തി, കയ്യുണ്ണിയം, കറിവേപ്പില, നെല്ലിക്ക, ചെറിയുള്ളി, പൂവാങ്കുരുന്നൽ, കരിഞ്ജീരകം, ഉലുവ, ഇത്രയൊക്കെ ഇട്ടിട്ട് എണ്ണ കാച്ചി വെച്ചു. അപ്പോഴാണ് ഈ വീഡിയോ കണ്ടത്. അതായത് കരിഞ്ജീരകം കാച്ചാതെ നമുക്കത് എങ്ങനെ എടുക്കാമെന്നുള്ളത്. അപ്പോൾ ഈ 2 എണ്ണ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഈ എണ്ണ തീരുന്നവരെ ഇത് തന്നെ ഞാൻ അപ്ലൈ ചെയ്യും. എന്നിട്ട് കാച്ചിയ എണ്ണ രണ്ടും കൂടി തേച്ച എങ്ങനെയാണെന്നൊന്നും അറിയില്ല. എന്തായാലും ഇതാണ് ഇപ്പോൾ ഞാൻ തേക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇത് വളരെ എഫക്റ്റീവാന്ന് പറയുന്നുണ്ട്. അപ്പം ഞാൻ കാച്ചിയ കരിഞ്ജീരകം എണ്ണ ഹസ്ബൻഡും മോളാണെങ്കിൽ ഇടയ്ക്ക് തേക്കുന്നുണ്ട്. മോളങ്ങനെ തേക്കലൊന്നുമില്ല കേട്ടോ, ഹസ്ബൻഡ് തേക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ആ കാച്ചിയ എണ്ണ തന്നെ കരിഞ്ജീരകം ചേർത്ത് കാച്ചിയത് ഈയിടെയാണ്. അതിന് മുമ്പേ ഒരു കയ്യുണ്ണിയം, കറ്റാർവാഴ, ചെമ്പരത്തി, ചെറിയുള്ളിയൊക്കെ വെച്ചിട്ട് ഞാൻ എണ്ണ കാച്ചിയത് വെച്ച് തേച്ചേ. പിന്നെ മുടിക്ക് ചെറിയ നീട്ടമൊക്കെ വെച്ചിട്ടുണ്ട്. ഒരുപാട് ഉള്ളൊന്നുമില്ല, ചെറിയതായിട്ട് നീട്ടം വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് പഴയതുപോലെ പണ്ടും എനിക്ക് നീട്ടം ഉണ്ടായി മുടിക്ക്, ഉള്ളധികം ഇല്ലെങ്കിലും. അപ്പോൾ അതുപോലെ ഒന്ന് വളർത്തിയെടുക്കണം. നമുക്ക് ഏത് പ്രായത്തിലും നമ്മുടെ ശരീരത്തിൽ നമ്മുടെ മുടിയോ മുഖമോ ഒക്കെ നമുക്ക് സമയം കിട്ടും പോലെ പരിപാലിക്കുന്നത് നമ്മൾ മറ്റുള്ളവരെ ആരെയും നമ്മൾ ഗവനിക്കേണ്ട കാര്യമില്ല. നമ്മൾക്ക് ഇഷ്ടമുള്ള പോലെ നമ്മൾക്ക് ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഒരു ആഗ്രഹമാണ് എൻ്റെ മുടി കുറച്ച് നീട്ടിയെടുക്കണം, കുറച്ച് ഉള്ളൊക്കെ വെപ്പിക്കണം എന്ന്. അപ്പോൾ ഇങ്ങനെ ഒരു ഇത് കണ്ടു. അപ്പോൾ ഇത് ഒരുപാട് സമയമായി. ഇപ്പോൾ ഒരുപാട് സമയം വർത്താനം പറഞ്ഞ് കളഞ്ഞുപോയി. ഞാനിപ്പോൾ പറയുന്നത് ഇത്
ഈ എണ്ണ എങ്ങനെ ഉണ്ടാക്കിയെന്ന് പറയാം. കരിഞ്ജീരകം, അതിൻ്റെ പകുതി ഉലുവ, ഇവിടെയാണല്ലോ ക്യാമറ, മറന്നു പോകും. കരിഞ്ജീരകം, അതിൻ്റെ പകുതി ഉലുവ, പിന്നെ ആവണക്കെണ്ണ, അതൊക്കെ ഒരു മീഡിയം ഒരളവ് ഉണ്ടാവുമല്ലോ. ഞാനൊരു നിശ്ചിത അളവിൽ അങ്ങ് എടുത്തുള്ളൂ. നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ. ഇപ്പം 4 കൂട്ടായല്ലോ. പിന്നെ കറിവേപ്പില, കരിഞ്ജീരകം, കരിഞ്ജീരകത്തിൻ്റെ പകുതി ഉലുവ, ആവണക്കെണ്ണ, വെളിച്ചെണ്ണ. ഇത് 2 ദിവസം ഫുള്ളും നമ്മൾ ഈ എന്തെങ്കിലും ഒരു പാത്രത്തിൽ ഇട്ട് വെക്കുക. 2 ദിവസം ഫുള്ളും. 2-ാം ദിവസവും അല്ലെങ്കിൽ 2 ദിവസം ഫുള്ളും കഴിഞ്ഞതിന് ശേഷം എടുത്ത് അരിച്ചെടുക്കുക. കരിഞ്ജീരകവും ഉലുവയും ഞാനൊന്ന് പൊടിച്ചിട്ടിട്ടെ കേട്ടോ, കുറച്ചൊന്ന് പൊടിച്ചിട്ടിട്ടെ. അപ്പോൾ അതൊന്ന് അരിച്ചെടുത്ത് മാറ്റി വെക്കുക. അരിച്ചെടുത്താണിത്. എന്നിട്ട് ഇത് ഡബിൾ ബോയിലിംഗ് ചെയ്യുക. ഓൾറെഡി തിളച്ച് ഇറക്കിയൊരു വെള്ളത്തിലേക്ക് വേറൊരു പാത്രത്തിൽ ഈ എണ്ണ എടുത്ത് ഇങ്ങനെ കുറച്ച് നേരം വയ്ക്കുക. ഒന്ന് ചൂടായി കിട്ടിയാൽ മതി. എന്നിട്ട് അത് ആണ് ഇത്. എപ്പോഴും ചൂടാക്കാവോ എന്നുള്ളത് ചെറിയ ഡൗട്ടുണ്ട്. കാരണം നേരെ ചൂടോടുകൂടി തലയിൽ അപ്ലൈ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലതെന്നാണ് പറയുന്നത്. അടഞ്ഞിരിക്കുന്ന തലയിലെ സുഷിരം ചെറിയ ചെറിയ ഹോൾസൊക്കെ ഓപ്പൺ ആവുകയും അതിലൂടെ മുടി വളരുകയൊക്കെ ചെയ്യുന്നതാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു കൂട്ട് എല്ലാവർക്കും മനസ്സിലായല്ലോ. അപ്പോൾ ഇതെങ്ങനെ അപ്ലൈ ചെയ്യുന്നതെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അതെ, ഇത് മാത്രമല്ല, ഏതെണ്ണയും. അപ്പോൾ ഒരു പാത്രത്തിൽ കുറച്ചെടുക്കുക കേട്ടോ. ഒന്ന് കരിഞ്ജീരകത്തിൻ്റെ പൊടിയൊക്കെ അടിയിലൊന്ന് ഊറിക്കിടക്കുവാണേ. ഓക്കെ, പൊടിയല്ല, അത് അരിച്ചെടുത്തേ പിന്നെ ഉള്ളത്. അപ്പം ഞാൻ എൻ്റെ മുടി കാണിച്ചത് ഇതിൽ നിന്നും വളരെ വ്യത്യാസം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് നോക്കാം എന്നുള്ളതിലാണ്. അപ്പോൾ ഞാൻ ഈ എണ്ണ തേച്ച് ഒരു 2-3 ദിവസമോ അല്ലെങ്കിൽ ആഴ്ചയിൽ 2 പ്രാവശ്യമൊക്കെ തേച്ചാൽ മതി. നമ്മൾ തലയിൽ അപ്ലൈ ചെയ്തിട്ട് പറ്റുമെങ്കിൽ താളിയോ പയറുപൊടിയോ ഒക്കെ തേച്ച് മുടി നോക്കുക. അങ്ങനെയാണെങ്കിൽ പ്രത്യേകിച്ച് ക്ലോറിൻ വെള്ളം അല്ലാതിരുന്നാലും നമ്മൾക്ക് മുടിക്ക് നല്ലൊരു ഗുണം നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. ഒന്ന് ട്രൈ ചെയ്യുക. തീർച്ചയായിട്ടും നല്ലൊരു ഗുണം ഉണ്ടാവുന്നത് തന്നെയാണ്. അപ്പം എൻ്റെ മുടി ഇത്ര ഉള്ളൂ. അപ്പോൾ ഇത് ഇനി വളരുമോ, നീട്ടം വെക്കുമോ എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, ആവശ്യത്തിന് എണ്ണ ഒഴിച്ചാൽ മതി കേട്ടോ. നമുക്ക് ഒരുപാട് എണ്ണയൊന്നും വേണ്ട. തലയിൽ എനിക്ക് മുടി കുറവാണ്, അപ്പോൾ ഒരുപാട് എണ്ണയൊന്നും വേണ്ട. തലയോട്ടിയിലും പുരട്ടുക എന്നുള്ളതാണ് നമ്മുടെ പ്രധാന ധർമ്മം. അപ്പോൾ നമ്മൾ പെട്ടെന്നാവാം, കാരണം ഒരുപാട് പണികൾ കിടക്കും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആദ്യം തന്നെ നെറുക, മുടി ഒരു വകച്ചിലിടുക മുടി. എന്നിട്ട് ഈ കയ്യിൽ ഈ എണ്ണയിൽ കൈ മുക്കിയിട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്യുക. തലയോട്ടിയിൽ നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണത്. അപ്പോൾ ഓരോ വകച്ചിലുകൾ മുടി ഇട്ടിട്ട് അങ്ങനെ ചെയ്യുക. കണ്ടോ, ഓരോ വകച്ചിലുകൾ ഇട്ടിട്ടും അതിലേക്ക് നന്നായിട്ട് ഈ എണ്ണ അങ്ങ് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക. പറ്റാവുന്നിടത്തോളം തലയിൽ മസാജിങ് നമ്മുടെ കൈ വെച്ചിട്ടതേ ഇങ്ങനെ നമുക്ക് പറ്റുന്ന സമയത്ത്, ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് എണ്ണ തേക്കുമ്പോഴാണെങ്കിലും അല്ലാതെയും ചെറിയ രീതിയിൽ മസാജ് ചെയ്ത് കൊടുക്കുന്നത് തലയ്ക്ക് നല്ലതാണ്. തലമുടി വളരാനും നല്ലതാണ്. ഒതുപ്പോൾ വകച്ചിൽ നേരെ ആവുന്നില്ല, ചീപ്പ് എടുത്തിട്ട്. ഇങ്ങനെ എടുക്കുമ്പോൾ തലയുടെ എല്ലാ ഭാഗത്തേക്കും അത് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെ എല്ലായിടത്തും അപ്ലൈ ചെയ്യുക. ഞാനിതെല്ലാം കാണിക്കുന്നില്ല. ഓക്കെ, അങ്ങനെ തലയുടെ എല്ലാ ഭാഗത്തിട്ട് അപ്ലൈ ചെയ്യുക. അതിനൊക്കെ ശേഷം ഞാൻ താളി ഒന്നുണ്ടാക്കുന്നത് കാണിക്കും. എന്നിട്ട് അത് തലയിലൊന്ന് അപ്ലൈ ചെയ്യുന്നത് കാണിക്കും. അത്രയേ ഉള്ളൂ. അത് പണികളൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും അത് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾ ചെയ്യുമ്പോൾ ഈ അറ്റം വരെ ചെയ്യാൻ നോക്കണം കേട്ടോ. ഈ കുഞ്ചിക്കഴുത്ത് വരെയൊക്കെ നിങ്ങൾ ഈ എണ്ണ അപ്ലൈ ചെയ്യാൻ നോക്കണം. അപ്പോൾ എനിക്ക് ഓൾമോസ്റ്റ് മുടിക്ക് കുറച്ചൊക്കെ മാറ്റം എനിക്ക് തോന്നുന്നുണ്ട്. ഒരു തവണ ഉപയോഗിച്ചപ്പോൾ തന്നെ, ഒരു 3 ദിവസം മുമ്പാണ് ഉപയോഗിച്ചത്. അപ്പോൾ ഞാനിത് പല പ്രാവശ്യം ഉപയോഗിക്കാൻ തീരുമാനിച്ചു. എന്തെങ്കിലും മാറ്റം വരും. പക്ഷെ ക്ലോറിൻ വെള്ളം ആയതുകൊണ്ട് മാത്രമാണ് എനിക്കൊരു ടെൻഷൻ. നമ്മളിത് ഉപയോഗിച്ചിട്ട് ഫലമില്ലാണ്ടായി പോവില്ലെന്നുള്ളത്. നമുക്ക് നോക്കാം എന്തായാലും. ഓക്കെ, അപ്പം ഞാൻ തലയിൽ ഓൾമോസ്റ്റ് ഞാനിത് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി പറ്റുന്ന പോലെ തലയ്ക്ക് ചെറിയൊരു മസാജിങ് നമുക്ക് കൊടുത്തു നോക്കാം അല്ലേ. അതായത് ചെറിയ രീതിയിൽ ഇങ്ങനെ കൊടുക്കാം, പലതരത്തിൽ കൊടുക്കാം, പലതരത്തിൽ നമുക്ക് മസാജിങ് കൊടുക്കാം. അത് നമുക്ക് സമയം കിട്ടുന്ന സമയത്ത് നമ്മളിത് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുക. ഇതൊക്കെ ചെയ്യണമെങ്കിലും
എൻ്റെ മനസ്സിൽ പണികളൊക്കെ പെൻഡിങ്ങിന് വെയിലത്തേട്ട് ഈ തക്കാളിയൊക്കെ മുഖത്ത് പുരട്ടിയേക്കുന്നത് എൻ്റെ ഒരു ഇതുണ്ടെങ്കിൽ അത് വെയിൽ കൊള്ളുമ്പോൾ തന്നെ അപ്പം തന്നെ അത് അതിൻ്റെ ഗുണങ്ങൾ അങ്ങനെ നഷ്ടപ്പെടും. അതാണ് ഒരു വിഷമം. അപ്പോൾ ഇങ്ങനെ ഒന്ന് ചെറിയ രീതിയിൽ മസാജിങ് ചെയ്യുക. മസാജിങ് പല രീതി ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാൻ ക്ഷമയില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ ഇരുന്ന് ചെയ്യുന്നത്. പണിയെല്ലാം കഴിഞ്ഞിട്ടാണ് കുളിക്കാതിരിക്കുന്നതെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. എന്നിരുന്നാലും ഒരു വീഡിയോ ചെയ്യണം എന്ന് ഓർത്തിട്ടേ, അല്ലെങ്കിൽ ഇനി നീണ്ടു പോകും. എണ്ണ ഉപയോഗിക്കുമ്പോഴൊക്കെ വീഡിയോ ചെയ്യാമെന്ന് വിചാരിക്കും. പിന്നെ കുറച്ച് കാര്യങ്ങളുള്ളത്, നമ്മുടെ നാടൻ നല്ല കട്ടി കഞ്ഞിവെള്ളം, തലേ ദിവസത്തെ കഞ്ഞിവെള്ളം എടുത്ത് വെക്കുക നല്ലതുള്ള. അത് തലയിൽ നന്നായിട്ട് കുറച്ച് നേരമൊക്കെ അപ്ലൈ ചെയ്ത് വെക്കുന്നത് വളരെ നല്ലതാണ്. മുടി കൊഴിച്ചിലൊക്കെ കുറയും. ഞാൻ ചെയ്യാറില്ല. അതുപോലെ തന്നെ കുറച്ച് പയർ മേടിച്ച് കഴുകി ഉണക്കി വെക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. കഴുകിയിട്ട് വെയിലത്ത് വെച്ചൊന്ന് ഉണക്കിയിട്ട് പൊടിച്ചെടുക്കുക ചെറുപയർ. എന്നിട്ട് അത് വെച്ച് തന്നെ തല കഴുകി നോക്കിക്കേ. ഈ കെമിക്കലായിട്ടുള്ള സാധനങ്ങളൊന്നും തലയിൽ പറ്റി പിടിക്കാതെ, തലമുടിക്ക് ദോഷം ചെയ്യാതെ തലമുടി നല്ല നാച്ചുറലായിട്ട് വളരും. പറ്റുമെങ്കിൽ ചെമ്പരത്തി പൂവോ മുട്ടോ ചെമ്പരത്തിയുടെ ഇലയോ എടുത്ത് താളി ഉണ്ടാക്കി വെക്കാം. ഫ്രിഡ്ജിൽ വെച്ചാൽ കുഴപ്പമില്ലായിരിക്കാം. അല്ലെങ്കിൽ 2-3 ദിവസമൊക്കെ ഇരുന്നോളും. ഒരുപാട് ദിവസമൊക്കെ ഇരുന്നാൽ അവന് മണാവും താളിക്കാണെങ്കിൽ. പിന്നെ അതുപോലെ തന്നെ വേറൊരു കാര്യം എന്തോ പറയാനുണ്ടായിരുന്നല്ലോ, മറന്നുപോയി. തലമുടിക്ക് ചെയ്യേണ്ട പിന്നെ ഞാനിവിടെ ഇപ്പോൾ ചെമ്പരത്തിയുടെ ഇല എടുത്തേക്കണേ. കാരണം ചെമ്പരത്തി പൂ ഇന്നലെയായിരുന്നു പറിച്ചത്. പൂ പറിക്കുമ്പോൾ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അത് ഇന്ന് വാടിപ്പോവും. വാടിപ്പോയ പൂ കൊണ്ട് താളി ഉണ്ടാക്കണതിനേക്കാളും നല്ലത് നമുക്ക് നല്ല ഇല വെച്ചുണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇലയും പൂവൊക്കെ ഒരേ ഗുണങ്ങൾ തന്നെ ചെയ്യുന്നത്. ഇല കൊണ്ട് നല്ല കട്ടിയായിട്ടുള്ള താളി ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ചെമ്പരത്തി എന്ന് പറയുന്ന ഒരു ഐറ്റം തലമുടിക്ക് വളരെ നല്ലതാണ്. എണ്ണ കാച്ചാൻ പൂവും, അതുപോലെ തന്നെ എണ്ണ കാച്ചാനായിട്ട് ആ ചെറിയ തണ്ടിൽ നിന്നുള്ള ചെറിയ ഇത് ചെത്തിയെടുത്തും എണ്ണ കാച്ചുന്നതിലിടാം. അതുപോലെ തന്നെ തൊലിയുടെ കാര്യം പറഞ്ഞ്. പിന്നെ ഇല താളി ഉണ്ടാക്കാൻ ഇലയും മുട്ടും പൂവും ഒക്കെ യൂസ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ എല്ലാവരും ഒന്ന് നന്നായിട്ട് ഒന്ന് ഇത് കൊടുക്കുക. അപ്പോൾ താളി ഞാൻ ഉണ്ടാക്കാൻ വേണ്ടി എടുത്തു വെച്ചിട്ടുണ്ട്, അതൊന്ന് കാണിക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ ഞാനേ 2-3 വട്ടം കഴുകിയെടുത്ത ചെമ്പരത്തി ഇല കുറച്ച് വെള്ളത്തിലിട്ട് വെച്ചേക്കുവാണ്. ഇന്ന് തന്നെ കുറച്ച് മുമ്പ് കഴുകി എടുത്ത് വെച്ചേക്കുന്നതാണ്. എന്നിട്ട് വേറെ വെള്ളം എടുത്ത് അതിലിട്ടു. അപ്പോൾ ഒരുപാട് വെള്ളത്തിലൊന്നും ഇതാക്കണ്ട. ഇത് നന്നായിട്ടൊന്ന് കൈകൊണ്ട് തന്നെ ഞെരടി എടുത്താലും മതി. മിക്സിയിലൊന്ന് അരയ്ക്കോ, അല്ലെങ്കിൽ കല്ലുണ്ടെങ്കിൽ കല്ലിലിട്ട് ഇങ്ങനെ ഉരച്ചാൽ അങ്ങനെ ആയാലും. കൈ കൊണ്ട് കുറേ നേരം ഇങ്ങനെ 2 കൈ കൊണ്ട് ഇങ്ങനെ ഇതാക്കി എടുത്താലും നമുക്കിതാവും. എന്നിട്ടൊന്ന് അരിച്ചെടുക്കണമെങ്കിൽ അരിച്ചെടുക്കുക. അല്ലെങ്കിൽ കൈ കൊണ്ട് തന്നെ പിഴിഞ്ഞ ഇല മാറ്റി വെച്ചാൽ നല്ലൊരു താളിയായി. ശരിക്കും ഷാമ്പൂവിൻ്റെ എഫക്റ്റ് ചെയ്യും. ഞങ്ങൾ പണ്ട് കാലത്തെ ഒരുപാട് യൂസ് ചെയ്തിട്ടുള്ള ഇത് തലയിൽ നന്നായിട്ട്. അന്നൊക്കെ മുടി ഉണ്ടായിരുന്നു കേട്ടോ. മുടി പെട്ടെന്ന് നീളം വെച്ചിരുന്നു പിന്നെ മുടിയിലേക്ക് ശ്രദ്ധിക്കാനും ക്ലോറിൻ വെള്ളമൊക്കെ ആയപ്പോഴൊക്കെ ആകെ ഇതായി. അപ്പോൾ പണ്ട് കാലത്ത് ഞാൻ എപ്പോഴും യൂസ് ചെയ്തിട്ടുള്ള ഒരു സാധനമാണ്. ഞങ്ങൾ പുഴയിൽ കുളിക്കാൻ പോകുമായിരുന്നു. ഞങ്ങളുടെ വീടിൻ്റെ മുമ്പിൽ പുഴയുണ്ട്. അപ്പോൾ ഈ താളി പറിച്ചുകൊണ്ട് പോകും. എന്നിട്ട് ആ കല്ലേൽ വെച്ച് തന്നെ ഒന്ന് അരച്ചിട്ട് മുടിയിലേക്ക് അങ്ങ് തേച്ച് പിടിപ്പിക്കും. അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഏറ്റവും നല്ല നാച്ചുറൽ സംഭവങ്ങൾ അതൊക്കെ. അത് എല്ലാവർക്കും അറിയാമായിരിക്കാം. എന്നാലും ഇത്രത്തോളം ഗുണം ചെയ്യുന്ന ഒന്നും വേറൊന്നും ഇല്ല എന്ന് തന്നെ പറയും. തലമുടിയിൽ നാച്ചുറലായിട്ടുള്ള ഷാമ്പു ആണ് ഇത്. ഓക്കെ, അപ്പോൾ ഇനി ഈ ഷാമ്പു ഒക്കെ ഉണ്ടാക്കിയതിന് ശേഷം പിന്നെ കാണാം. അത് എൻ്റെ മൊബൈൽ സ്റ്റാൻഡൊക്കെ കംപ്ലൈൻ്റ് ആണ്. അപ്പോൾ ഇത് ഇങ്ങനെ 2 കൈ കൊണ്ടും ആക്കി. ഇനി ഇതൊന്ന് അരിച്ചെടുക്കണം. ഇതാണ് താളി. ഓക്കെ, ഇനി ഇത് തലയിൽ അപ്ലൈ ചെയ്യുന്നൊന്നും കാണിക്കാൻ പറ്റുമെന്ന് തോന്നണില്ല. അതൊക്കെ കഴിഞ്ഞ് വരാം. ഓക്കെ, ഇപ്പോൾ നല്ല കൊഴുത്ത കട്ടിയുള്ള ഒരു ഇതായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇത് എന്താ പറയുക, ഇത് കുളിക്കുന്നതിന് മുമ്പേ തലയിൽ നന്നായിട്ട് ഇട്ട് ഇതാക്കുമ്പോൾ നല്ല ഷാമ്പൂവിൻ്റെ എഫക്റ്റിനെ പതഞ്ഞ് അഴുക്കും പോകും. തലമുടി നല്ല ക്ലീൻ ആവും. ഇതിൻ്റെ നാച്ചുറലായിട്ടുള്ള തലമുടിക്ക് വളരാൻ ആവശ്യമുള്ള കണ്ടൻസൊക്കെ തലയിൽ പിടിക്കുകയും ചെയ്യും. അപ്പോൾ ഇതുകൊണ്ട് അപ്പോൾ ഇത് ഞാൻ സൂക്ഷിച്ച് വയ്ക്കും. കുളിക്കുന്നതിന് മുമ്പായിട്ട് ഉപയോഗിക്കും. ഓക്കെ, അപ്പോൾ പിന്നെ കാണാം. പറ്റുമെങ്കിൽ തലയിൽ അപ്ലൈ ചെയ്യുന്ന വീഡിയോയും കുളി കഴിഞ്ഞിട്ടുള്ള വീഡിയോയും എടുക്കാൻ പറ്റുമെങ്കിൽ എടുക്കാം കേട്ടോ. അപ്പോൾ ഗൈസ്, അലക്ക് കഴിഞ്ഞു, പാത്രം തേപ്പ് കഴിഞ്ഞു, അടിച്ചു വാരൽ കഴിഞ്ഞു. അത് യൂണിഫോമാണ് മോളുടെ, പിനാഫോം. അങ്ങനെ കുറച്ച് കഴിഞ്ഞു. ഇനി 4 മണിയായി. ഞാൻ കുളിക്കാൻ ഇപ്പോഴാണ് പോകുന്നത്. അപ്പം വെളിച്ചെണ്ണ ഇട്ടിട്ട് കേട്ടോ. ഹായ് ഗൈസ്, എൻ്റെ കോലം കണ്ടില്ലേ?
നേരത്തെ ഉള്ളതിനേക്കാളും വല്ലാണ്ടായിപ്പോൾ. എന്ന് വെച്ചാൽ വെയിലത്ത് തന്നെയായിരുന്നു എല്ലാ പണികളും. പാത്രം തേപ്പ്, അടിച്ചുവാരൽ, അലക്കൽ മാത്രമല്ല, അരിവെപ്പ് എല്ലാം കഴിഞ്ഞു, അടുക്കളയിലും കഴിഞ്ഞു. ഇനിയിപ്പോൾ പെട്ടെന്ന് ഞാൻ ഈ താളി തേക്കുന്ന കാണിച്ചു തരാം തലയിൽ. എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ പ്രത്യേകം കാണിക്കേണ്ട, എന്നാലും ഞാനൊന്ന് ചെയ്ത് കാണിച്ചു തരാം. എന്നിട്ട് പിന്നെ കുളിച്ചിട്ട് വരാം. ഓക്കെ. താളിയെ പുറത്തുനിന്ന് തേക്കുവാണേ. ഇങ്ങനെയൊന്നും അല്ല, നല്ല ഒരു ക്യാമറ മര്യാദയ്ക്ക് വെക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അതായത് ശരിക്കും തലയിൽ 2 കൈ കൊണ്ട് എടുത്ത് നന്നായിട്ട് പതപ്പിച്ച് ഷാമ്പു പോലെ തന്നെ ഇതൊക്കെ നല്ല കട്ടിയുണ്ട് കേട്ടോ ഞാൻ ചെന്ന് ചെയ്തു. അപ്പോൾ അത് ഷാമ്പു പോലെ തന്നെ ഇങ്ങനെ പതപ്പിക്കുമ്പോൾ ഈ മുഖമൊക്കെ കണ്ടില്ലേ, അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ അതിങ്ങനെ പതപ്പിക്കുമ്പോൾ, ഇത് ഞങ്ങളുടെ വീടിൻ്റെ സൈഡ് വശമാണ് ഇങ്ങനെയൊക്കെ ഇരിക്കുന്നത്, ആരും ഒന്നും ഓർക്കരുത്. അപ്പോൾ ആരെങ്കിലും കണ്ട് ഇവിടെ ഇന്ന് കുളിക്കുകയെന്ന് വിചാരിക്കും. നന്നായിട്ട് തേച്ച്, നന്നായിട്ട് ഈ ഉള്ളത് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് വെറുതെ കഴുകി കളഞ്ഞാൽ മതി, സോപ്പിനി തേക്കണ്ട കേട്ടോ. അപ്പോൾ അതാണ്, അതും കൂടി ഉള്ളൂ. അപ്പോൾ ഇനി മൊത്തം ഞാനൊന്ന് തേക്കട്ടെ. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് കാണാം. ഓക്കെ. ഹലോ. അപ്പോൾ എൻ്റെ മോളൂസ് വന്നു, പാറുമ്മ. അപ്പോൾ അവളുടെ വീഡിയോ കാണിക്കട്ടെ മോളെയും കൂടെ. അവൾ സമ്മതിക്കണല്ലോ. അപ്പോൾ എന്നെ മാത്രം കാണിക്കണല്ലോ. ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്നു, താളി തേച്ച്. അപ്പോൾ ഇത് കുറച്ച് മുടിയുള്ളൂ എനിക്ക്. അപ്പോൾ എൻ്റെ മുടി ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഫുള്ളായിട്ട് കാണാൻ പറ്റുമോ? ഇത്രേ ഉള്ളൂ മുടി ഇപ്പോൾ. അപ്പോൾ നമുക്ക് നോക്കാം, ഈ കരിഞ്ജീരക എണ്ണം പരീക്ഷിച്ചിട്ട് മുടി വളരും ഇല്ലെന്ന് നോക്കാം. അപ്പോൾ ഇതൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ കണ്ടോ, എനിക്ക് സങ്കടം. ഈ മുടി എങ്ങനെയെങ്കിലും ഒന്ന് വളർത്തണം നമുക്ക്. നേരെ വയ്ക്കേ. അപ്പോൾ എന്താണ്, ഇനി തൊട്ട് ഞാനത് യൂസ് ചെയ്ത് നമുക്ക് ഈ മുടി വളർത്തിയെടുക്കാൻ പറ്റുമെന്ന് നോക്കാം. സക്സസ് ആവുകയാണെങ്കിൽ കുറച്ചും കൂടിയൊക്കെ വളർച്ചയുണ്ട് എങ്കിൽ നിങ്ങളും പരീക്ഷിച്ച് നോക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ. അപ്പോൾ എല്ലാവരും എൻ്റെയും പാറുമ്മയുടെയും വീഡിയോ കാണണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൺ അമർത്തണം, ഷെയർ ചെയ്യണം. ഓക്കെ, താങ്ക് യു.